ഞാൻ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെയല്ല വണ്ടി ഒന്ന് കഴുകണായിരുന്നു. മോനെ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സൺഡേ സ്റ്റോറീസ്. അപ്പൊ ഇന്നത്തെ എന്താ വീഡിയോ എന്ന് പറഞ്ഞു? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ 2 സംഭവങ്ങൾ എഴുതിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം യെസ് ടു ഷാരോണും പിന്നെ ഒരെണ്ണം യെസ് ടു ജാനിനുമാണ്. അപ്പൊ ഇതില് ഞാൻ എഴുതിയിട്ട കാരണം ഷാരോൺ തന്നെ എടുത്തോട്ടെ. ഞാൻ എടുക്കാം, എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ചിലപ്പോ കണ്ടുവച്ചു, ഇവിടെ എഴുതിയിട്ടാണ്, ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടാവും. യെസ് ടു ഷാരോണും യെസ് ടു ജാനിനും. 24 hours ജാൻ. ആദ്യം കൺസെപ്റ്റ് എന്ന് പറയുന്നത് 24 hours ജാനിൻ എന്നുള്ള കണ്ടന്റും കൊണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഒരു ലോട്ടെങ്കിലും എടുത്തിട്ട് ആർക്കാണ് ഭാഗ്യം നോക്കാന്ന് പറഞ്ഞു. 24 hours എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ എനിക്കാണ് നറുക്ക് വീഴുന്നുണ്ടെങ്കിൽ ഷാരോൺ ഞാൻ പറയണ എല്ലാം സമ്മതിച്ചു തന്ന് അങ്ങനെ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ പറയണം. തിരിച്ചും അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാം. അവിടെ എഴുതിട്ടായിരുന്നു. ഇതെടുത്തിട്ടോ, തുറന്നു. എക്സൈറ്റിംഗ്. പെട്ടു. ഇന്ന് ദൈവം അവളുടെ കൂടെയാ. ഞാനിന്ന് പെട്ടു. അപ്പൊ ഞാൻ ഇന്ന് രാജാവായിട്ട് വാഴാൻ പോവാണ് ഈ ഒരു ഡേ. ഓക്കെ, റെഡി? വലിയ റെഡി അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ മുതൽ തുടങ്ങണോ? ഇപ്പൊ മുതൽ ഞാൻ അടിമക്കണ്ണ്. തുടക്കം നമുക്ക് എന്നെ കുറിച്ചൊരു 5 കാര്യങ്ങൾ അങ്ങോട്ട് പൊക്കി പറഞ്ഞായിരിക്കും. എന്നെ തളർത്തി ഒടിച്ചിട്ടേക്കായിരുന്നു ക്യാരക്ടർ. ഇത് കഴിഞ്ഞ വീഡിയോന്ന് എന്താ കളർ പൂശാന്നറിയില്ലേ, വെള്ള പൂശാന്ന് പറയില്ലേ, കഴിഞ്ഞ വീഡിയോന്ന് നല്ല രീതിയിൽ കരി അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്, ഒരു ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെളുപ്പിക്കാനുള്ള പരിപാടിയാ. ഓക്കെ, 5 കാര്യങ്ങൾ പൊക്കി പറയണം. 5 കാര്യങ്ങൾ പൊക്കി പറയണം. ഞാൻ നല്ല ഹൈറ്റ് ആണ്. പിന്നെ നല്ല കാര്യങ്ങള്, നിന്നെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ മര്യാദക്കും പറഞ്ഞു. ഓക്കെ. ആദ്യത്തെ കേസ്, നമ്പർ 1, കാലത്ത് എഴുന്നേക്കും. നല്ലൊരു ശീലാണ്. അപ്പൊ ഒന്നായില്ലേ. രണ്ടാമത്തത്, സമയത്ത് ഫുഡ് കഴിക്കും. നല്ല കാര്യമുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കും, ലഞ്ച് സമയത്ത് കഴിക്കും, ഡിന്നർ സമയത്ത് കഴിക്കും. നല്ല കാര്യം. ഭാര്യയെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം, നമ്മളെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കും. മാനേജ്മെന്റ് ക്വാളിറ്റീസ് എന്താ പറയാ, ആ സാധനം. പിന്നെന്താ നാലാമത്തെ കാര്യം, ഞാൻ അനാവശ്യമായുള്ള ചെലവുകളിൽ ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കും. അഞ്ചാമത്തെ കാര്യം എന്നെ ഇഷ്ടമാണ്. ഒരു ഭാര്യയായിട്ട് നിനക്ക് ഉണ്ടായ കാര്യങ്ങള് അല്ലാണ്ട് ഭാര്യയായിട്ട് എനിക്കുണ്ടായ കാര്യങ്ങളോ? ഭാര്യയായിട്ട് എനിക്കുണ്ടായ കാര്യങ്ങൾ എന്നെ നോക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. 5 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെയുള്ള ടാസ്ക് എന്താണെന്നറിയോ? അപ്പൊ നമ്മളിവിടെ ലഞ്ച് ഇവൻ വെച്ചത് കൊളങ്ങനെ ആവാണെങ്കിൽ ഞാൻ കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ. പക്ഷെ നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷാരോൺ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, അത് ഉണ്ടാക്കണതുണ്ടല്ലോ നിന്റെ സ്റ്റൈലല്ല, ഷാൻജിയോടെയോ അങ്ങനെ നല്ല കുക്കുകളുടെ സ്റ്റൈൽ വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്റെ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കണം. പ്ലസ് എന്താണെന്നറിയോ, പ്ലസ് 1 മണിക്കൂറിൽ അലാറം വെച്ചിട്ട് എപ്പോഴും എനിക്ക് കെട്ടിപ്പിടിച്ചതിന്റെ കവളത്തും 1 മണിക്കൂറിൽ എവറി 1 hour. കുഴപ്പമില്ല, കുറച്ച് ക്രിഞ്ച് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ബിരിയാണി സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പനി വരും, പേടിക്കണ്ടിരിക്കും. അതോർത്ത് പേടിക്കണ്ട. ഞാൻ പോയി ബിരിയാണി ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ വിശക്കില്ലേ. അപ്പൊ ബിരിയാണി വെക്കാൻ പോവാണ്. അടിമയായി പോയില്ലേ, പിടിച്ചോ. 1 hour അലാം വെച്ചിട്ടുണ്ട്. ഉമ്മ കൊടുക്കാൻ. അപ്പൊ വെൽക്കം ടു മൈ കിച്ചൺ. എന്താണ് കുറച്ച് കടന്ന കൈയായി പോയിന്ന് പറഞ്ഞതാ. കാരണം ഷാരോൺ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു
ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാൻ ആൾക്ക് സമയം കിട്ടണില്ല നീ. അതെ, ആണ്ടിലും സംക്രാന്തിക്കൊക്കെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്ത് തരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം നാടുകൾ അങ്ങോട്ട് ആക്രമിച്ചു പോയി. അപ്പം നമുക്ക് ഇങ്ങനത്തെ ചെറിയ പണി കൊടുത്തില്ലേ, ആ ഒരു കാര്യം മറന്നു. കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷാൻജിയോ അണ്ണനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അണ്ണൻ്റെ വീട് പറഞ്ഞു. ആ, ഫുൾ റെസിപ്പി കാണാപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഗൈസ്. ഷാരോണ് പച്ചക്കറി ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഷാരോണ് വേണ്ടി കുറച്ച് ബീൻസ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തേറ്റിപ്പിക്കാം. ഓക്കെ, പച്ചക്കറി ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും ചിക്കൻ, മട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. നമുക്ക് സെറ്റ് ചെയ്യാം. എന്താ പറ്റിയ സവോളില്ല ഇവിടെ പറ്റിച്ചോട്ടോ. വീട്ടില് സവോളില്ല. വീട്ടില് സവോളില്ലെന്ന് പോയി വാങ്ങ്. 1 മണിക്കൂറുള്ളിൽ ബിരിയാണി കിട്ടണം കേട്ടോ. 1 മണിക്കൂർ ഒന്നും പറയണ്ട. യെസ് എന്നുള്ളൊരു വാക്കല്ലാണ്ട് ഒന്നും പറയാനില്ല. ഷാരോണ്ട് ആ ഒരു താല്പര്യം കണ്ടോ, താല്പര്യക്കുറവ്. എന്താ ചെയ്യാല്ലേ, ആഗ്രഹിച്ചു പോയില്ലേ. യെസ് ടു ഷാരോണായിരിക്കുന്നു. പേടിക്കണ്ട, ഒരു അവസരം വരില്ലോ. അടുത്തതാണ്. എല്ലാവരും വണ്ടി ഒന്ന് കഴുകണായിരുന്നു. അയ്യടാ മോനെ, 1 മണിക്കൂറാണ് ഇവന്റെ ടൈപ്പ് ഓഫ് വണ്ടി കഴുകലുണ്ടെങ്കിലേ പിന്നെ എനിക്ക് പിന്നെ എൻ്റെ അടുത്ത് വേറെ ഒന്നും പറയണ്ട. ആ ഒരു കാർ വാഷിംഗ് തന്നെ എടുക്കും 1-2 മണിക്കൂർ. വണ്ടി ഓടിക്കണോ? എന്നെ കൊന്നു കളഞ്ഞു. ലിറ്ററലി ഐ വാസ് ഡെഡ്. അങ്ങനെയായിരുന്നു എന്റെ സിറ്റുവേഷൻ. നമ്മുടെ ഷാരോൺ ദാ ഒരു സവോള വാങ്ങാൻ പോയപ്പോ നമ്മൾ ഇത്രയും സാധനങ്ങള് യെസ് പറഞ്ഞ് ഇത്രയൊക്കെ ആക്കി നമ്മള്. ആണോ? ശരി, ഞാനും പറയാനല്ലോ. ഓക്കെ. ഷാരോണേ ഈ ഗെയിം ഇഷ്ടായിട്ടില്ല. ഭയങ്കര ശോക. അപ്പോ 1 മണിക്കൂറായി. 1 മണിക്കൂറിന് മുമ്പ് ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഞാൻ മറന്നുപോയി. 1 hour ആയത്. ഞാൻ ഇതിങ്ങനെ എടുത്തു വെക്കണ എന്റെ ഇതില് പെട്ടെന്ന് വന്ന് ഞാൻ ഇല്ലാണ്ടായി പോയി. സ്കോർ ചെയ്തു. സ്കോർ ചെയ്യലടാ. അപ്പോ നിങ്ങൾ വിചാരിക്കും ഈ ഫുൾ എവറിത്തിങ് യെസ് ടു ദ വൈഫ് ഈസ് വെരി ഈസി. അത് സാധിക്കില്ല എന്ന് ഷാരോൺ ഇപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് പ്രൂവ് ചെയ്തു. നമുക്ക് വീഡിയോക്കൊക്കെ വേണ്ടി അങ്ങനെ നടക്കും. പക്ഷെ റിയൽ ലൈഫിൽ ചില സിറ്റുവേഷനുകൾ അവരെ തിരുത്തേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇപ്പൊ നടന്നതിന്റെ പേരിൽ ഒരാൾ അടി ഉണ്ടാക്കി ഈ വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കി പോയായിരുന്നു. പിന്നെ അതൊരു കോംപ്രമൈസ് മീറ്റിങ്ങിലൂടെയാണ് നമ്മളത് സോൾവ് ആക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാരോൺ ഇവിടെ കല്യാണത്തിനുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളോട് കല്യാണം നടത്താൻ പോവാണ്. ഈ ഒരു പാത്രം ഫുള്ളായിട്ട് എടുത്തേക്കാം. അരി മൊത്തം ഇങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പൊ ഷാരോൺ അത് പറ്റില്ല. അടിക്ക് മാറി. പക്ഷെ നമ്മൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച കാരണം നമ്മള് കോംപ്രമൈസിലേക്ക് എത്തിയിരിക്കുകയാണ്. അലാം ഇവിടെ ഉമ്മ നമ്പർ 2 അലാം ഓഫ് ചെയ്തോളൂ. എന്താ ഒരു അവസ്ഥ. അപ്പൊ ഇവിടെ വരെയായി നമ്മുടെ ബിരിയാണി. സവോള വറുത്തോണ്ടിരിക്കുന്നു. ചിക്കൻ. അപ്പം ഞാൻ നൈസായിട്ട് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കണത് മറ്റേ നമ്മുടെ ബ്രൗൺ ഷുഗറാണ്. പാവം കിടന്ന് കഷ്ടപ്പെടല്ലേ, അത്ര മനസ്സാക്ഷി ഇല്ലാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ഇതാണ് ബിരിയാണി. അല്ലല്ല, ഇത് സത്യമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതൊന്നല്ല, വയറ് നിറപ്പിക്കണ സാധനം വേറെ. ഇതെങ്ങനെ കഴിക്കുന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ശരി ഇനി നമുക്ക് ഇതും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ,
അങ്ങനെ നമ്മൾ ഫൈനലി ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ജാനിൻ്റെ ആഗ്രഹം നമ്പർ 1. ആഗ്രഹം നമ്പർ 1. പാവത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി വെച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പാത്രം കഴുകി വെച്ചു. ഇവരതാ ഷാരോണ്ട് സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് യെസ് പറയാനായിട്ട് ടൈം ആയിട്ടുണ്ട്. സോ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഹെഡ് മസാജ്. അത് നമ്മുടെ ഷാരോൺ ഇപ്പോൾ ചെയ്ത് കാണിച്ചിരും നല്ല അടിപൊളിയായിട്ട്. ഓക്കെ വന്നു. ഹെഡ് മസാജോ? ആ ഹെഡ് മസാജ് മതി. ഹെഡ് മസാജ് ഒരു 10 മിനിറ്റ് പ്ലീസ്. 10 മിനിറ്റ്. ആ കുറച്ച് നേരം. അങ്ങനെയല്ല മര്യാദയ്ക്കും നല്ല രസമായിട്ട് ചെയ്യും, സോഫ്റ്റ് ആയിട്ട്. ഷാരോൺ ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല ചെയ്യാനായിട്ട്. ഇതെന്തോ ഓക്കെ ഓക്കെ. നാരങ്ങ വെള്ളം കുറച്ചു നേരം കുടിക്കും. അയ്യോ രണ്ട് കൈ വേണം. ഇത് കുടിച്ച് കഴിയണവരെ എൻ്റെ അടുത്ത് ഒന്നും പറയാൻ പാടില്ല. ഇത് ഞാൻ എസ് പറഞ്ഞു. അതെ മോനെ, നീ മുതലെടുക്കണ്ടോ കൊറേ. അടുത്ത ടാസ്ക് തരട്ടെ. ഇത് കഴിയണ്ടേ? ഒറ്റ കവളില് കുടിച്ചു തീർക്കണ ആളാട്ടാ. ഇപ്പൊ സമയം എടുത്ത് പതുക്കെ കുടിക്കാനൊക്കെ അറിയാല്ലേ. അത് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് പുറത്തു പോകാനുണ്ടേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോണ് 1 മണിക്കൂർ മിനിമം വേണം കുളിയും ഒക്കെ ആയിട്ട്. നമുക്കതൊരു 10 മിനിറ്റ്സ് കൊണ്ട് ഷാരോൺ ഒന്ന് കുളിച്ച് ഒന്ന് ഡ്രസ്സ് മാറി ഒന്ന് വരണത് എനിക്കൊന്ന് കാണണം. അല്ല സാധിക്കുമോന്ന് അറിയണല്ലോ നമുക്ക്. 10 മിനിറ്റ് വേണ്ടേ? അതൊന്ന് എനിക്ക് അറിയാൻ അങ്ങനെ പറ്റുമെന്ന്. 3 മിനിറ്റ്സ് മതിയോ? അത്ര അഹങ്കരിക്കണ്ട. 10 മിനിറ്റ് എടുത്തോ. കുളി മാത്രമല്ല, അതിൽ ഡ്രസ്സ് മാറലും കഴിഞ്ഞാൽ ടിപ്പ് ടോപ്പായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മളിതാ ഷാരോൺ 10 മിനിറ്റ്സ് കൊണ്ട് കുളിച്ച് ഡ്രസ്സ് മാറി വരാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്താ ടൈമർ വെക്കാണ്. 1 2 3 ഞാനും 5 മിനിറ്റ് ഇട്ട് തരും മേക്കപ്പ് കഴിഞ്ഞ് തീർക്കാനായിട്ട്. അത് കോപ്പിട്ടൊന്നും പാടില്ല. ചെല്ല് എനിക്ക് 10 മിനിറ്റിന്റെ ആവശ്യം. തോർത്തൊക്കെ ബാത്റൂമിലുണ്ട്. 3 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കളിച്ചൊക്കെ നടക്കാം. എനിക്ക് സത്യത്തിൽ 7 മിനിറ്റ് ലാഭമാണ്. ആണോ? 7 മിനിറ്റ് അഹങ്കാരം. അപ്പം നോക്കട്ടെ ഞാൻ. സമയം ഇപ്പം 7:30 മിനിറ്റ്. 7:30 മിനിറ്റ് ആയിട്ടോ. അല്ല അത് ശരിക്കും ഞാൻ മറന്നു വരുന്ന പക്ഷെ തടുത്തോടത്തി കുളിച്ചോ. സത്യമായിട്ട് അതെനിക്ക് അറിയില്ലായിരുന്നു. അഹങ്കാരത്തിന് കൈയും കാലും 7 മിനിറ്റ് വെറുതെ ഒക്കെ നടക്കാം, കിടക്കാം, കളിക്കാം. അയ്യോ 4 മിനിറ്റ് കൂടി ഉള്ളൂ. ആ കുളി കഴിഞ്ഞാ? നമുക്ക് കുളിച്ചൊക്കെ ഇറങ്ങാൻ അറിയാല്ലേ. സോ 2 മിനിറ്റ് കൂടി ഉള്ളേ. 2 മിനിറ്റ് ഒന്നും വേണ്ട. ഡ്രസ് മാറി നമ്മളിനി ദമ്മ് പൊട്ടിക്കാൻ പോവല്ല. നമ്മളിനി ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരു 4 സ്പൂൺ കഴിച്ചാൽ മതി. 4 സ്പൂൺ. ഓക്കെ ഓക്കെ ഓക്കെ. പ്ലീസ് ബി സീറ്റഡ്. സർപ്രൈസ് ആയിട്ടാണോ? ഇത് ഇന്നലെ വെച്ചിട്ട് ഇത് മൈൻഡ് ചെയ്തില്ല. ഇന്ന് കാലത്ത് ഞാനെടുത്ത് കഴിച്ചിട്ട് ആൾക്കൊരു മൈൻഡ് പോയിട്ട് ഒരു എന്താ പറയാ ബോധയുടെ അല്ല. ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ. കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാക്കിപ്പിച്ച് കുളിച്ച് റെഡി ആക്കിപ്പിച്ച് കൊണ്ടിരുത്തിയിട്ട് ഇതാണ് കാരണന്മാര് പറഞ്ഞല്ലേ എല്ലാം ഇട്ടിട്ട് ചോറില്ലെന്ന് പറയില്ലേ ആ പരിപാടി. ഇതാണ് എലി ഇട്ടിട്ട് ഞാൻ ചോറ് തരും. പക്ഷെ ചോറ് തരാണ്ടിരിക്കില്ല. അതൊരു ഇത്തിരി ഒരു അക്രമമായി പോയി. ഇതൊക്കെ എണ്ണി വെച്ചോ, കണക്ക് ഞാൻ തീർക്കും. ശരന്താ
നല്ല ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഷാരോണ് ഒരിക്കലും സാധിക്കാത്ത നമ്മുടെ പച്ചപ്പയറ് വേവിച്ചതോ ഞാൻ കഴിച്ചില്ലേ ഒരു ദിവസം നിന്റെ നല്ല 4 ചൂടാ അലാം ഓഫ് ചെയ്തോളാം. ഞാൻ പോണ ഗ്യാപ്പിൽ ചിലപ്പോ ഇവിടെ കള്ളത്തരങ്ങളൊക്കെ നടക്കും. ഇല്ല ഞാൻ കഴിയുള്ളൂ. നോക്കി നോക്കി പോണം. 2 How is it? കുഴപ്പമില്ല. കുറച്ചൊക്കെ വെജീസ് ഒക്കെ കഴിക്കാം ലൈഫിൽ. 3 ഇതൊക്കെ കഴിക്കാൻ അറിയാം. എന്തൊക്കെ ഉടായിപ്പ് എൻ്റെ അടുത്ത് എടുക്കാറ്. 4 ഫസ്റ്റത്തെ സൂപ്പറായിട്ട് കേട്ടാ. ഫസ്റ്റത്തെ സ്പൂൺ അതിൻ്റെ ഒരു കടം തീർക്കാൻ 5. ഓക്കെ ഗുഡ് ബോയ്. താങ്ക് യു. ഇനി ദമ്മോട്ട് ചെയ്യാലോ? പൊട്ടിച്ച് തപ്പിക്കും. ഞാൻ വേണമെങ്കിൽ സെർവ് ചെയ്ത് തരാം കേട്ടോ. സെർവ് ചെയ്തോ. എന്താ പറയാനുള്ളത്? നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല സെറ്റ്. എൻ്റെ അമ്മോ പൊളി, അടിപൊളി. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. ലുക്ക് സോ നൈസാ. ലുക്ക് സോ നൈസ്. സ്മെല്ലും സോ നൈസ്. ഇതിൽ സത്യത്തിലൊരു എലിനിട്ടോ. അടിപൊളി പൊളി. സൂപ്പർ ബിരിയാണി. പിന്നെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്കുമായി ജാനിയും വരുമ്പോൾ കാണിച്ചു തരാം. എനിക്ക് വിശക്കണം, ഞാൻ കഴിക്കട്ടെ. കഴിച്ചോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടാസ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇവിടെ എന്തെടുക്കണേ? റെസ്റ്റിംഗ് ടൈം. ഫുഡ് അടിച്ചിട്ടുണ്ട്, ഭയങ്കര ക്ഷീണമായി. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടാസ്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കാം. അയ്യോ സോറി ക്യാമറ. ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യണം. എന്നിട്ട് ആളുടെ അടുത്ത് പറയണം, എടാ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ജാനിനെങ്ങാനും നിന്നെ വിളിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെയാണെന്ന് പറയണം കേട്ടാ. ഞാൻ ഇവിടെ വേറൊരു പരിപാടി ഒപ്പിക്കാൻ വന്നാന്നൊക്കെ പറയണം. എന്തെങ്കിലും കാതരും അങ്ങനെ. ഓക്കെ ആരാന്നും പറയണമെന്നില്ല. പിന്നെ അന്ന് ആരാന്ന് പറയണ്ട. ഓക്കെ ഷാരണിപ്പോൾ വിളിക്കും. ഇന്ന് ഓഫുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം. ഞാൻ ക്ലൂ തരാം, അവന്റെ ബർത്ത്ഡേ കൂടിയാണെന്ന്. ഞാൻ ആരാന്ന് പറയണില്ല. എനിക്ക് ആളാന്ന് മനസ്സിലായില്ലേ? ലൗഡ് സ്പീക്കറിൽ ഇടണേ. ഹലോ അളിയോടെയാ? അതെ ജാനെങ്ങാനും വിളിച്ചാലേ ഞാൻ നിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞായിട്ടാ. ബർത്ത്ഡേ ആയിട്ട് വന്നാന്ന് പറഞ്ഞാ മതി. ഞാനേ ഒരു സ്ഥലത്ത് വന്നേക്കാം. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വിളിച്ചു കഴിഞ്ഞാ അങ്ങനെ പറഞ്ഞാൽ മതി. അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പൂവ ഇറങ്ങാൻ നിക്കാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇപ്പൊ ഇറങ്ങിയുള്ളൂന്നോ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ തിരിച്ചു പോകും. ഒരു 10 മിനിറ്റ് എടുക്കും എത്തുവാൻ. എന്റെ പൊന്നെ, ഞാൻ എങ്ങനെ വിശ്വസിക്കും? മോന്റെ കൂട്ടുകാരന്മാർ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഫ്രണ്ട്ഷിപ്പിടാ. ആ ഫ്രണ്ടിനെ ഞാനൊന്ന് വിളിക്കട്ടെ കേട്ടാ. എന്താണേ? സോറി ഡിയർ, ഞാൻ മനഃപൂർവ്വം അല്ല. അതെന്റെ ടാസ്ക് ആയി പോയി. ഞാൻ ടാസ്കിൽ പെട്ട് കിടക്കാണ്. എനിക്ക് ചിരി വരാ. ഹലോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. എന്നിട്ടാണ് പരിപാടി? ഞാൻ എന്താ വരാതെന്നാ?
ഹലോ അവൻ വന്നിട്ട് ഹലോ ഷാരണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അവൻ വന്നിട്ട് തിരിച്ചു പോയി. പോയാ? ഒറ്റയ്ക്കുള്ളന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആണോ? എന്തായാലും നൻപൻ നൻപൻടാ. എടാ, അത് task ആയിരുന്നെടാ. എന്നെ പെടുത്തിയതാടാ. എന്നെ പെടുത്തിയതാടാ. പട്ടി താങ്ക്സ് കൂട്ടാ. പട്ടി നീ എന്നെ പെടുത്തില്ല. എടാ ഞാൻ പെട്ടിരിക്കുമ്പോഴാണ് നീ നീ മുത്താടാ മുത്ത്. നിന്റെ അഭിനയം കലക്കി. ചോക്കിണേന് മുന്നേ എന്താ വരാനിയത്? മരണമാസ സാധനം. ഇതിലൊന്നും പറയാൻ ഞാനാണ് ഇവിടെ അന്തസ്സായിട്ട് ഞാൻ ഒരു പണി കൊടുത്തതാ. എടാ വിശ്വാസമുള്ളവരെ വിളിച്ചില്ലടാ. വിശ്വാസമുള്ള ഒരു കൂട്ടുകാരനെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ. അന്തസ്സായിണ്ട് എന്തായാലും. സെറ്റ് സെറ്റ്. ഇന്ന് എന്റെ ആയി പോയിടാ. ഇന്ന് കുപ്പിന്ന് വന്ന ഭൂതം ഷാരോൺ ഡേവിസ്. വാവ്, എല്ലാത്തിനും എസ് ആയിരുന്നു. എസ്സോടെ എസ് കളി. ഓക്കെടാ കൂട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ശരി. പാവം, അവന് വല്ലാതെ വിഷമായി തോന്നുന്നു. തലവേദന ചിരിച്ചിട്ട് ഇവന്റെ ഏത് കൂട്ടുകാരൻ ഞാൻ ഇനി വിശ്വസിക്കും ദൈവമേ. ഇല്ല കേട്ടോ, അങ്ങനത്തെ ഉടായിപ്പോരല്ലോ. നമ്മളൊക്കെ നല്ല പിള്ളേരാണ്. അപ്പൊ ഇതോടുകൂടി അവസാനിപ്പിക്കും. ഇത് എന്തോരം നേരെ ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാരോൺ എല്ലാത്തിനും യെസ് പറഞ്ഞു നിന്നുട്ടാ. അത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. എല്ലാവരും അത് ഈ ഒരു ടാസ്ക് ഓക്കെ പറയണമെന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായി ടാസ്ക്. അതെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വേൾഡ്സ് ബെസ്റ്റ് ഹസ്ബൻഡായ ഷാരോൺ ഇതാ എൻ്റെ വക കുറച്ച് പൂക്കൾ. വേറെ ഒന്നുമില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൻഡ് വെൽ ഡൺ മൈ ബോയ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. കുപ്പി തന്ന പൂതുകളായിരിക്കും. ബൈ.